സോ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ്? ജീപ്പ് റാംഗ്ലർ. സോ ഇവിടെ ഇൻഫ്ലുവൻസർ വന്നിട്ടുണ്ട്. ബ്രോ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? ഒരു രക്ഷയില്ല ബ്രോ. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ്. ഒരു നേക്കഡ് ആയിട്ടുള്ള ഒരു റാംഗ്ലർ കാണാൻ സാധിക്കും. ഫുള്ള് കംഫർട്ടബിൾ ആയിട്ടാണ് ഈ റാംഗ്ലർ എടുക്കുന്നത്. സോ നമുക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഓഫ് റോഡിങ് എന്ന് പറയുന്നത്. ശരിക്കും അത്രയും ഒരു ക്യാപ്പബിലിറ്റി നമുക്ക്. ലാസ്റ്റ് 2 ട്രാക്കും കൂടി ഉണ്ട്. ഈ ഒരു ട്രാക്കും അവിടെ ഒരു ട്രാക്ക് ഉണ്ട്. സോ ഇതാണ് നമ്മൾ ഫൈനൽ ട്രാക്ക് വരുന്നത്. ഗായ്സ്, ഇന്നത്തെ ഒരു ശരിക്കും ഒരു ഹെവി വ്ളോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് ഞാനുള്ളത് കൊച്ചിയിലാണ്, കൊച്ചി ആലുവയിൽ. സോ ഇതിൻ്റെ കൂടെ ഉള്ളത് വെഹിക്കിൾസ് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. സോ നമ്മളിന്ന് വന്നിട്ടുള്ള ജീപ്പ് ഒരു ക്യാമ്പ് ഇവിടെ നടത്തുന്നുണ്ട്, ഓഫ് റോഡ് ഇവൻറ്റ്. സോ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മളിന്ന് വന്നിട്ടുള്ളത്. സോ നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം ഒരു വെഹിക്കിൾസിനെ. സോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡിൽ ഒന്നാണ് ജീപ്പ് എന്ന് പറയുന്നത്. സോ അതിന് മെയിൻ റീസൺ ആണ് ഈ ഒരു വെഹിക്കിൾ ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ എന്ന് പറയുന്നത്. സോ എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ട ഒരു വെഹിക്കിളിൽ ഒന്നാണ് ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു വെഹിക്കിളും കൂടിയാണ് ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ. സോ നമുക്ക് ഈ ഒരു ഓഫ് റോഡ് ഇവൻറ്റ് ഒന്ന് അടുത്ത് പരിചയപ്പെടാം ഈ ഒരു ഇവൻറ്റിനെ. സോ നമുക്ക് ധാരാളം വെഹിക്കിൾസും ഒരുപാട് ഒബ്സ്റ്റിക്കിൾസും കാണാൻ സാധിക്കും. ഒരുപാട് ട്രാക്കും അവിടെ ജീപ്പ് ഇന്ത്യ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒരുപാട് സ്റ്റാൾസും അവിടെ വന്നിട്ടുണ്ട്. സോ ഇവരെല്ലാവരും ജീപ്പ് ഇന്ത്യയുടെ കൂടുതലുള്ള ആൾക്കാരാണ്. ഒരുപാട് മീഡിയ ടീംസും നമുക്കിവിടെ വന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ ഒരു ജീപ്പ് കോമ്പസ് കാണാൻ സാധിക്കും. സോ ഒരുപാട് സ്റ്റാളുകളും ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇതൊരു ഫുഡ് സ്റ്റാളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് കുറച്ച് മീറ്റിംഗ് കാര്യങ്ങൾ നടത്തേണ്ടത്. ഒരു ഇവൻറ്റിനെ കുറിച്ചുള്ള മീറ്റിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ സിട്രോണ്ടി ഒരു സ്റ്റാൾ വന്നിട്ടുണ്ട്. സോ ഒരുപാടധികം വണ്ടിപ്രാന്തന്മാരാണ് ഈ ഒരു ഡ്രൈവിൽ ഇന്ന് വന്നിട്ടുള്ളത്. സോ അവിടെയും നമുക്ക് സ്റ്റാൾ കാണാൻ സാധിക്കും. സോ ഇതാണ് ജീപ്പ് റാംഗ്ലറിൻ്റെ ഹിസ്റ്ററി വരുന്നത്. 1941 ജീപ്പ് വില്ലീസ് വന്നത്. സോ നേരത്തെ താഴെ CJ വന്നു, പിന്നെ CJ5, CJ7 ആൻഡ് റാംഗ്ലർ ലോഞ്ച് ചെയ്തു. 1807 റാംഗ്ലർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നിന്നാണ് നമുക്ക് ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ വരുന്നത്. ലേറ്റസ്റ്റ് ഇറങ്ങിയ വില്ലീസ് പറഞ്ഞ എഡീഷനാണ്. ശരിക്കും വില്ലീസിൻ്റെ ഒരു കളർ തീമിലാണ് ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. സോ ഇവിടെയും നമുക്ക് റാംഗ്ലർ കാണാൻ സാധിക്കും. സോ വെൽക്കം ടു ന്യൂ വീഡിയോ. സോ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഈ ഒരു ഇവൻറ്റ്. സോ ഫൈനലി നമ്മളിങ്ങനെ ട്രാക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോ ട്രാക്കും എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ നിന്നാണ്. ആർട്ടിക്കുലേഷനാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. സോ ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത് റാംഗ്ലറാണ്, ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ. ഗൈസ് ശരിക്കും നോക്കുക, അതിൻ്റെ ഓരോ ആംഗിൾസും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഓരോ ക്യാപ്പബിലിറ്റിയും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും ഒരു റാംഗ്ലറിൻ്റെ. സോ ഒരുപാട് ഇൻഫ്ലുവൻസസ് വരുന്നുണ്ട് നമ്മുടെ കൂടെ. ഒരുപാട് മീഡിയ ടീമും ഇന്ന് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. സോ ഈ ഒരു ട്രാക്കാണ് ഇപ്പോൾ ഇവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഒരു നെക്സ്റ്റ് ട്രാക്കിലേക്കാണ് അവർ പോകുന്നത്. നമുക്ക് അവിടെ അതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ എല്ലാതും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ആ ഒരു ട്രാക്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. ഇതിൽ ഒരു വീല് മാത്രമാണ് അപ്പായിട്ട് പോകണമെന്ന്, താഴത്തു കൂടെയാണ് പോണത് ഈ ഒരു ട്രാക്കിൽ. ശരിക്കും അതിൻ്റെ ഒരു ഓഫ് റോഡിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ക്യാപ്പബിലിറ്റി നമുക്ക് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റാംഗ്ലറിൻ്റെ. എന്തുകൊണ്ടാണ് ഓൾ ടെറൈൻ കിങ് എന്ന് വിളിക്കുന്ന ഒരു ഗ്ലോബലി എൻകാപ്പിലുള്ള ഈ ഒരു മോഡൽ. സോ ഇതൊരു 50 ഡിഗ്രിയാണ് ഇത് കയറാൻ സാധിക്കുന്നത്. കണ്ടോ? വാവ്. സത്യമാണ് ക്യാമറയിൽ ഇതിന്റെ ഭീകരത ശരിക്കും അറിയുന്നില്ല. ഇൻ റിയൽ ലൈഫ് ഒരു
ശരിക്കും നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഓഫ് റോഡിങ് എന്ന് പറയുന്നത്. ശരിക്കും ക്യാമറ എത്ര ആക്റ്റീവ് അല്ലെങ്കിൽ വിസിബിലിറ്റി കിട്ടുന്നത് മനസ്സിലാവില്ല. ശരിക്കും ഇത് റിയൽ ഡ്രൈവ് ചെയ്ത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ റിയൽ ആയിട്ട് കണ്ടിട്ട് മനസ്സിലാക്കും അതിൻ്റെ ഓരോ ആംഗിൾസും അതുപോലെ അതിൻ്റെ ഒരു ക്യാപ്പബിലിറ്റിയും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അതിൻ്റെ ഓരോ രീതികളും. വാവ്, ശരിക്കും ഇതാണ് ഇതിൻ്റെ റിയൽ ക്യാപ്പബിലിറ്റി, അതിൻ്റെ റിയൽ ഓഫ് റോഡിങ് എന്ന് പറയുന്നത്. ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ആ ഒരു കപ്പാസിറ്റി, ആ ഒരു ക്യാപ്പബിലിറ്റി നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ലൈഫിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. സോ പേഴ്സണലി എൻ്റെയും ഒരു ഡ്രീം ബക്കറ്റ് ലിസ്റ്റിലെ ഒരു വെഹിക്കിളും കൂടിയാണ് ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ. സോ നെക്സ്റ്റ് ട്രാക്കിൽ കൂടെയാണ് പോകുന്നത്. സോ അതിൻ്റെ ഒരു വിഷ്വലും കൂടി ജസ്റ്റ് കാണാം നമുക്ക്. സോ ഒരുപാട് മീഡിയ ടീം വന്നിട്ടുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ്. സോ ഇതിൻ്റെ ഫൈനൽ ട്രാക്കാണ് ഈ പോകുന്നത്. കണ്ടു, ഇതിൻ്റെ റിയർ വീൽ പൊങ്ങുന്നത് കണ്ടോ? ഇത്രയും ക്യാപ്പബിലിറ്റിയാണ് ശരിക്കും ഒരു ജീപ്പ് റാംഗ്ലർ എന്ന് വരുന്നത്. സോ ഇത് ഗ്ലോബലി ഉള്ളൊരു വെഹിക്കിളും കൂടിയാണ് ജീപ്പ് റാംഗ്ലർ. ഒരുപാടധികം ഫാൻ ബേസുള്ള ഒരു ഓഫ് റോഡർ SUV ആണ് ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ. ശരിക്കും ഒരു ജീപ്പ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം ആ ഒരു 7 സോൾഡ് ഗ്രില്ലാണ്. സോ ഇത് ലേറ്റസ്റ്റ് മോഡൽ 2025 മോഡലാണ് ഒരു ജീപ്പ് റാംഗ്ലർ. സോ അവിടെയും നമുക്കൊരു റാംഗ്ലർ കാണാൻ സാധിക്കും. സോ അത് അത്യാവശ്യം മോഡ്സ് കാര്യങ്ങൾ ചെയ്ത ഒരു റാംഗ്ലറാണ്. സോ ഇവിടെ നമുക്ക് ജീപ്പ് കോമ്പസ് കാണാനായിട്ട് സാധിക്കും. 4x4 ആണ് വെഹിക്കിൾ വരുന്നത്. സോ എസ് എന്ന് പറയുന്ന ടോപ്പിൻ്റെ മോഡലിൻ്റെ ബാഡ്ജിങ് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ. ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ അത്യാവശ്യം നല്ല ഫാൻ ബേസുള്ള ഒരു SUV ആണ് ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ. സോ അതും അത്യാവശ്യം നല്ല മോഡ്സ് ചെയ്തിട്ടുണ്ട്, ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു മാസീവ് സൈസിലാണ് ഒരു വെഹിക്കിൾ അവിടെ നിൽക്കുന്നത്. സോ ഇതാണ് ജീപ്പ് റാംഗ്ലർ റൂബിക്കോണിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ വന്ന ഗ്രിൽ യൂണിറ്റ്. ഇതിലും ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ആയിട്ടുണ്ട്. ഫ്രണ്ടിൽ ക്യാമറ വന്നിട്ടുണ്ട്, ബമ്പേഴ്സ് മാറിയിട്ടുണ്ട്. സോ ഇതൊക്കെ ആക്സറീസ് ആണ് വന്നിട്ടുള്ളത് ഒരു ജീപ്പ് റാംഗ്ലറിന്. No accelerator and no brake input. Okay, let it idle. Okay, we can activate the saber disconnect. Just hold on first. Okay. Just hold on, let it get disconnected. No brake. No brake, no accelerator. Wheelbar is now disconnected. Okay. Keep going straight. No turn, straight. Keep following the tracks straight.
left knee straight. Guys, ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഓഫ് റോഡിംഗ് എന്ന് പറയുന്നത്. ശരിക്കും അത്രയും ഒരു ക്യാപ്പബിലിറ്റി നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു വെഹിക്കിളാണ് ജീപ്പ് റാംഗ്ലർ. അതിൻ്റെ ഏറ്റവും സെറ്റ് ക്യാപ്പബിലിറ്റിയും നമുക്കൊരു ട്രാക്ക് വഴി മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്കൊരു ഇൻഫ്ലുവൻസർ വന്നിട്ടുണ്ട്. സോ ബ്രോ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? ഒരു രക്ഷയില്ല ബ്രോ. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് വേണ്ടി വ്ലോഗ് ഇൻസെപ്ഷൻ കം ഓൺ. ശരിക്കും ഒരു ക്യാപ്പബിലിറ്റി നമുക്ക് മനസ്സിലായി. എന്ത് എഫേർട്ട്ലെസ് ആയിരുന്നു അല്ലേ? യെസ്. പിന്നെ കംഫർട്ട് ഉണ്ട് ഇരിക്കുമ്പോൾ ഓഫ് റോഡിങ്ങിൽ. ഒരു അരുണാചലാണെങ്കിൽ പോലും വണ്ടി ഒരു രീതിയിൽ പോലും പാറിപ്പോയില്ല. അതെ അതെ, അത്ര ഇൻ കൺട്രോൾ ആയിരുന്നു. ഡ്രൈവ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ സാറ് കൂടെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇന്നൊരു എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഈ ഒരു ഓഫ് റോഡിങ് ക്യാപ്പബിലിറ്റിനെ കുറിച്ചിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. അത്യാവശ്യം ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി ഒരുപാടധികം ഫീച്ചേഴ്സും വരുന്നുണ്ട് ഒരു ഇൻറ്റീരിയറിൽ. ഡിഗ്രി കാര്യങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ എത്ര ആംഗിൾ ചെരിഞ്ഞിട്ട് പോകുന്നതൊക്കെ നമുക്കിതിൽ ഈ ഒരു ഇൻഫോടൈം സിസ്റ്റത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഓഫ് റോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാതും അറിയാൻ സാധിക്കും. സോ നമ്മൾ അടുത്ത പോണ ട്രാക്കാണ് ഈ കാണുന്നത്. സോ ഇതൊരു 50 ഡിഗ്രിയാണ് നമ്മൾ കയറാൻ പോകുന്നത്. അത്യാവശ്യം നല്ലൊരു സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റാണ്. ഇവിടെ കയറി നമുക്ക് ആകാശമില്ലാതെ താഴെ ഒന്നും കാണാനായിട്ടേ സാധിക്കില്ല. കണ്ടോ അതിൻ്റെ ഒരു ആഴം നോക്കുക. അത്യാവശ്യം നല്ലൊരു സ്റ്റീപ്പായിട്ടുള്ള ഇറക്കണത്. ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് ഓഫ് റോഡിങ് വരുന്നത്. ശരിക്കും ഒരു ക്യാപ്പബിലിറ്റി അല്ലാതെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും.
നമുക്കിനി ലാസ്റ്റ് 2 ട്രാക്കും കൂടി ഉണ്ട്. ഈ ഒരു ട്രാക്കും അവിടെ ഒരു ട്രാക്ക് ഉണ്ട്. സോ ഇതാണ് നമ്മൾ ഫൈനൽ ട്രാക്ക് വരുന്നത്. സോ നമുക്കൊരു കോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, ബിൽഡ് ടു ഓവർകം. ശരിക്കും ഒരു ഓഫ് റോഡിങ് ബിൽഡാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ഷോ കാണാൻ ഒരുപാടധികം കുട്ടി വണ്ടിപ്പാന്തരന്മാർ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഫാൻ ബേസ് ആണ് ഈ ഒരു നാട്ടിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഈ നാട്ടുകാരും എല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു ഇവന്റ് ഇവിടെ നടത്തുന്നത്. സോ നമ്മുടെ ഫൈനൽ ട്രാക്കാണ് വരുന്നത്. So it's a wonderful experience with the sir. Sir, thank you. Thank you. ഒരു നേക്കഡ് ആയിട്ടുള്ള ഒരു റാംഗ്ലർ കാണാൻ സാധിക്കും. ഫുള്ള് കൺവേർട്ടബിൾ ആയിട്ടാണ് ഈ റാംഗ്ലർ എടുക്കുന്നത്. സോ നമുക്ക് ഇങ്ങനത്തെ ഒരു റാംഗ്ലർ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കും ഈ ഒരു രീതിയിലേക്ക്. സോ നമുക്കിവിടെ ജീപ്പ് മെറിയഡും കണക്കാൻ സാധിക്കും. സോ ഇത് അത്യാവശ്യം ഒരു MPV സെഗ്മെൻറ്റിലൊരു SUV ഓഫ് റോഡറാണ് ഈ ഒരു വെഹിക്കിള്. 7 സീറ്റർ വെഹിക്കിളാണ് വരുന്നത്. ഇതും അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് കാപ്പബിലിറ്റി കിട്ടും ഈ ഒരു വെഹിക്കിളിനും. സോ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ട വെഹിക്കിൾ ജീപ്പ് റാംഗ്ലറാണ്. സോ ഇവിടെ ഒരു ജീപ്പ് റാംഗ്ലർ കൊടുക്കുന്നുണ്ട്. സോ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഫുള്ളി ബിൽഡ് ചെയ്തിരിക്കണേ. ബമ്പേഴ്സ് മാറ്റിയിട്ടുണ്ട്, ഫ്രണ്ടിൽ വിഞ്ച് ചെയ്തിട്ടുണ്ട്, ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വെഹിക്കിള്. സോ നമുക്കിവിടെ ഫോഗ് ലാമ്പ് കാണാൻ സാധിക്കും. സോ ഇതെല്ലാം ജീപ്പിൻ്റെ ഒറിജിനൽ ആക്സറീസ് ലോഡ് ചെയ്തൊക്കെയാണ്. സോ ഇതൊന്നും ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തതല്ല, ഫുള്ളി ആക്സറീസ് ആണ് ഈ ജീപ്പ് എന്ന ബ്രാൻഡിൻ്റെ ഫുള്ളി ആക്സറീസ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. സോ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ജീപ്പുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം. സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വെഹിക്കിളാണ് ഈ ഒരു ജീപ്പ് റാംഗ്ലർ എന്ന് പറയുന്നത്. സോ നമുക്ക് ജീപ്പ് ഇന്ത്യൻ്റെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ട്. സോ ഇത്രയും വെഹിക്കിൾസ് വെച്ച് നമുക്ക് ഇവിടെ ഈ ഒരു ട്രാക്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്. സോ ഇവിടെ നമുക്കൊരു 4 വെഹിക്കിൾ വന്നിട്ടുണ്ട്, അവിടെയും ഒരു ജീപ്പ് കോമ്പസ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് പരിപാടി? നല്ല രസമില്ലേ? നമുക്ക് ഒരുപാട് കൊച്ചു വണ്ടിപ്രാന്തനെ കാണാൻ സാധിക്കും, അവിടെയും ഒരുപാട് വണ്ടിപ്രാന്തന്മാരുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ്? ജീപ്പ് റാംഗ്ലർ. സോ ആരാലും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ജീപ്പ് റാംഗ്ലർ എന്നുള്ളത്. ചേട്ടാ പേഴ്സണലി എൻ്റെയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വെഹിക്കിൾ ഒന്നാണ് ജീപ്പ് റാംഗ്ലർ. ഈ ഒരു റെഡ് കാറില്ലേ, ആ റെഡ് കാറാണ് ശരിക്കും ഒരു വൈറ്റ് കാറ്. സോ നമുക്ക് ഇതുപോലെ ആ ഒരു വൈറ്റ് കാർ ചെയ്യാൻ സാധിക്കും. എനിക്കിത് കണ്ടാൽ പുറത്തുനിന്ന് ആക്സിഡൻറ്റ് ചെയ്ത പോലെ ഇല്ലേ, പക്ഷെ ഇത് ഫുള്ളും ഷോറൂമിലാണ് ചെയ്തിട്ടുള്ളത്. സോ കൊച്ചു കുട്ടികൾ പോലും ഇവിടെ ഈ ഒരു ഇവന്റ് കാണാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ പേര് പറഞ്ഞാൽ? റൈഹാൻ മുഹമ്മദ് റയാൻ കെയർ അമാൻ സീൻ. എൻ്റെ ഹെയർ അടിപൊളിയല്ലോ, ഹെയർ സ്റ്റൈല്. നിന്റെ പേര് പറയടാ? അർഫാൻ. അഭിനൻ മുഹമ്മദ്. ഒരുപാടധികം കൊച്ചു വണ്ടിപ്രാന്തന്മാർ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സോ ഫൈനലി ഇതാണ് ഇന്നത്തെ ഒരു ഇവന്റ് എന്ന് പറയുന്നത്. ശരിക്കും മാസീവ് സൈസിലുള്ള ഒരു കപ്പാസിറ്റിയും കാപ്പബിലിറ്റിയും നമുക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. സോ എൻ്റെ പുറകിലും ഒരു ജീപ്പ് റാംഗ്ലർ എടുക്കുന്നുണ്ട്. സോ അതൊന്ന് പാർക്ക് ചെയ്ത രീതി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. അത്യാവശ്യം ഒരു മാഫി ലുക്കിലാണ് ആ ഒരു വെഹിക്കിൾ അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ചെറിയൊരു ബ്രേക്ക്, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സൈനിങ് ഓഫ് ഫ്രം ജീപ്പ് റാംഗ്ലർ event of off-roading. So signing off from Shan CRZ. See you next video.